കെ ടി ജലീൽ എന്ന രാഷ്ട്രീയ നേതാവിനെ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയവുമായി സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഘട്ടത്തിൽ അധികമാരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ്. പിന്നീട് കുഞ്ഞാപ്പയെ വെല്ലുവിളിച്ച് മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തു വരുന്നു. കുഞ്ഞാലിക്കുട്ടിയുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് അദ്ദേഹത്തെ വെല്ലുവിളിച്ച് എന്ന് പറയുന്നതാണ് ശരി. ചില സാമ്പത്തിക ഇടപാടുകളുടെ അഭിപ്രായ ഭിന്നത എന്നതാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ അതിൻ്റെ കാരണം. അതിനുശേഷം കെ ടി ജലീൽ കുറ്റിപ്പുറത്ത് മത്സരിക്കുന്നു, ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു. കുറ്റിപ്പുറത്ത് അട്ടിമറി വിജയം കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നേടുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് കേരള രാഷ്ട്രീയത്തിൽ കെ ടി ജലീൽ എന്ന് പറയുന്ന പേര് അടിവരയിട്ടുറപ്പിക്കുന്നത്. പ്രധാനമായിട്ടും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന്, പ്രത്യേകിച്ച് പിണറായിയോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച് ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാൾ തന്നെ, മലപ്പുറത്തെ പേരെടുത്ത് പറയാവുന്ന ഒരു നേതാവായിട്ട് കെ ടി ജലീൽ മാറുകയും ചെയ്തു. ഒരു തവണ മന്ത്രിയായി, ഇത്തവണ MLA ആവുകയും ചെയ്തു. ഇത്തവണ പക്ഷേ കുറ്റിപ്പുറത്തല്ല, തവനൂരിൽ നിന്നാണ് അദ്ദേഹം മത്സരിച്ച് നിയമസഭയിലേക്ക് എത്തിയത്. മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെയാണ് മത്സരിച്ച് നിയമസഭയിലെത്തിയത്. ഫിറോസ് കുന്നുംപറമ്പിലായിരുന്നു അദ്ദേഹത്തിനെതിരെ മത്സരിച്ചത്. അദ്ദേഹത്തെ പരാജയപ്പെടുത്തി കെ ടി ജലീൽ നിയമസഭയിലെത്തുകയും ചെയ്തു. കെ ടി ജലീലിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇനിയൊരു മത്സരത്തിന് തൽക്കാലം തയ്യാറെടുക്കുന്നില്ല എന്ന അഭിപ്രായങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ കെ ടി ജലീൽ പറയുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ കെ ടി ജലീലിനെ കാണാനില്ല എന്ന് പറഞ്ഞൊരു കത്ത് നിയമസഭയുടെ സ്പീക്കർ AN ഷംസീറിന് ലഭിക്കുകയുണ്ടായി. അത് മറ്റാരുമല്ല, മലപ്പുറം കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള EP രാജീവ് ആണ് നിയമസഭാ സ്പീക്കർക്ക് കത്ത് നൽകി. അതായത് സാധാരണഗതിയിൽ കല്യാണ വീടുകളിൽ എങ്കിലും കാണാൻ സാധിക്കുന്ന MLA ആയിട്ടുള്ള കെ ടി ജലീലിനെ ഇപ്പം മണ്ഡലത്തിൽ കാണാൻ സാധിക്കുന്നില്ല. കെ ടി ജലീലിനെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ പോലീസിനെ ഉപയോഗിച്ച് കെ ടി ജലീലിനെ കണ്ടെത്തി മണ്ഡലത്തിൽ ഞങ്ങൾക്ക് തിരിച്ചു നൽകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആ കത്തിൻ്റെ ഒരു പൂർണ്ണ രൂപം ഞാൻ വായിക്കാം. ഇങ്ങനെയാണ് ആ കത്ത് തുടങ്ങുന്നത്. ഞാനടങ്ങുന്ന തവനൂർ നിയോജക മണ്ഡലത്തിൻ്റെ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീ കെ ടി ജലീലാണ്. ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ 5 വർഷത്തേക്ക് നിയമസഭാംഗമായി സേവനം ചെയ്യാമെന്ന് നിയമസഭാ സമക്ഷം സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ മാസങ്ങളായി കെ ടി ജലീൽ MLA മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹം സജീവമായിരുന്ന കല്യാണ വീടുകളിൽ പോലും അദ്ദേഹത്തെ കാണാതായിട്ട് മാസങ്ങളായിരിക്കുന്നു. അദ്ദേഹത്തെ കാണാതെ പോയതാണെങ്കിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ ഇടപെട്ട് പോലീസിൻ്റെ സഹായത്തോടെ മണ്ഡലത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ അഭ്യർത്ഥിക്കുന്നു. ഇതോടൊപ്പം നിലവിൽ നിയോജക മണ്ഡലത്തിൽ അടിയന്തരമായി ചെയ്യേണ്ട നിരവധി കാര്യങ്ങൾക്ക് MLA നേതൃത്വം നൽകേണ്ടതുണ്ട്. അതിലൊന്നാമതായി നാട് മുഴുവൻ ജലനിധി പൈപ്പ് വിതരണത്തിൻ്റെ കുഴികൾ കുഴിച്ച് റോഡ് മുഴുവൻ കിലോമീറ്റർ നീളുന്ന തോടുകളാണ്. സംസ്ഥാന പാത മുതൽ ചെറിയ റോഡുകളടക്കം ഈ സ്ഥിതിയാണ്. ബൈക്കിൽ പോകുന്നവരും കാൽനട യാത്രക്കാരും ഭാഗ്യമുണ്ടെങ്കിൽ വീണ്ടും ജീവനോടെ കാണാം എന്ന് വീട്ടുകാരോട് യാത്ര ചോദിച്ചാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നത്. MLA എന്തെങ്കിലും ചെയ്യും എന്ന് കാത്തിരുന്നിട്ട് കുഴി വലുതായി കുളം ആകുന്നതല്ലാതെ പരിഹരിക്കാനുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുന്നതായി നേരിട്ടോ മറ്റെന്തെങ്കിലും മാധ്യമങ്ങൾ മുഖാന്തരമോ ഒരറിവും ലഭിക്കുന്നില്ല. വിദേശ ടൂറുകൾക്കും UDFനെയും ലീഗിനെയും വിമർശിക്കാനും പിണറായിക്ക് സ്തുതി പാടാനും മാത്രം സമയം കണ്ടെത്തുന്നു എന്നല്ലാതെ MLA എന്ന നിലയിൽ കെ ടി ജലീൽ ചെയ്യേണ്ട ജോലിയുടെ 1% പോലും ചെയ്യുന്നില്ല. ആയതിനാൽ ബഹുമാനപ്പെട്ട കേരള നിയമസഭ സ്പീക്കർ ഇടപെട്ട് ഞങ്ങളുടെ മണ്ഡലത്തിൽ നിന്നും മാഞ്ഞുപോയ MLA തിരിച്ച് തവനൂർ മണ്ഡലത്തിലേക്ക് എത്തിക്കാൻ മുൻകൈയെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കേരള ഖജനാവിൽ നിന്ന് MLAയുടെ ശമ്പളം ജോലി ചെയ്യാതെ കൈപ്പറ്റുന്നു എന്നതിനാൽ അദ്ദേഹം കൈപ്പറ്റിയ തുക ഖജനാവിലേക്ക് തിരികെ വാങ്ങിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ ചർച്ചയായിരിക്കുന്ന എടപ്പാൾ ബസ് സ്റ്റാൻഡിൻ്റെ ആവശ്യത്തെ നടപ്പിൽ വരുത്താൻ ശ്രമിക്കുന്നത് വട്ടംകുളം പഞ്ചായത്ത് മാത്രമാണ്. വളർന്നുവരുന്ന എടപ്പാൾ നഗരത്തിന് ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ ഒരുപാട് പരിമിതികൾ പഞ്ചായത്തിലുണ്ട്. തവനൂർ മണ്ഡലത്തിലെ പ്രധാന കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് ജലീൽ MLA ഈ പദ്ധതിക്ക് മുൻകൈയെടുത്ത് നടപ്പിൽ വരുത്തേണ്ടതാണ്. എന്നാൽ തിരിഞ്ഞു പോലും നോക്കാതെ അദ്ദേഹം ഈ വിഷയം അവഗണിച്ചിരിക്കുകയാണ്. വർദ്ധിച്ചു വരുന്ന കേസുകൾ കാരണം പൊന്നാനി ചങ്ങരംകുളം പോലീസിന് കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് മണ്ഡലപരിധിയിൽ പുതിയ പോലീസ് സ്റ്റേഷൻ അനുവദിക്കുമെന്ന് പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. ഒരു സർക്കാർ ഉത്തരവ് പോലും വ്യക്തമായി ഈ വിഷയത്തിൽ വന്നിട്ടില്ല. ഇവിടെയും MLAയെ കണ്ടിട്ടില്ല. MLA മിണ്ടുന്നില്ല. തവനൂർ പഞ്ചായത്ത് അംഗങ്ങൾ തിരുനാവായ മേൽപ്പാലത്തിൻ്റെ കല്ലിടലിന് മുന്നോടിയായി തേങ്ങ ഉടക്കുന്നതായി കണ്ടതല്ലാതെ അതിൻ്റെ മേൽ മറ്റൊരു പ്രവൃത്തിയും ഇതുവരെ നടന്നിട്ടില്ല. ഈ പാലത്തെ മറ്റൊരു ചമ്രമട്ടം പാലമാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഇവിടെയും MLAയുടെ അടിയന്തര ശ്രദ്ധ ലഭിക്കേണ്ട വിഷയമാണ്. ഇവിടെയും MLA ഇല്ല. ഇത്തരത്തിൽ ഒരു നാടിന് വേണ്ട നിരവധിയായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടതാണ് ഒരു MLAയുടെ പ്രധാന ചുമതല. എന്നാൽ മാസങ്ങളായി MLA മണ്ഡലത്തിൽ ഇല്ല. അതായത് തവനൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കേണ്ട വിവിധ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഈ കത്ത് സ്പീക്കർക്ക് സമർപ്പിച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കത്ത് സ്പീക്കർക്ക് സമർപ്പിച്ചതോടൊപ്പം മാധ്യമങ്ങൾക്കും മറ്റ് പൊതുസമൂഹത്തിനും മുന്നിൽ ഇവർ വെച്ചതിൻ്റെ പ്രധാന കാരണം
കെ ടി ജലീൽ എന്ന MLA തവനൂർ നിയോജക മണ്ഡലത്തിൽ യാതൊരു വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നടത്തുന്നില്ല. MLA നടത്തേണ്ടിയിരുന്ന വികസന പ്രവർത്തനങ്ങൾ അടിയന്തര പ്രാധാന്യമുള്ളത് ഇന്നിന്ന കാര്യങ്ങളാണ്. അതൊന്നും നടത്താതെ MLA മുങ്ങിപ്പോയിരിക്കുന്നു, MLA മാഞ്ഞു പോയിരിക്കുന്നു എന്നതാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണം. അതോടൊപ്പം MLA ജോലി ചെയ്യാതെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കൈപ്പറ്റിയിരിക്കുന്ന ശമ്പള ഇനത്തിൽ വരുന്ന തുക തിരിച്ച് MLAയുടെ കയ്യിൽ നിന്ന് ഖജനാവിലേക്ക് തിരിച്ചു പിടിക്കണം എന്നും ഈ കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, മുൻപ് ഇതേപോലെ ഒരു MLAയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് സ്പീക്കർക്ക് കത്ത് നൽകുകയും മണ്ഡലത്തിലുടനീളം ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മറ്റാരുമല്ല, PV അൻവറിനെ കുറിച്ചായിരുന്നു. PV അൻവർ കഴിഞ്ഞ MLA, ഈ കഴിഞ്ഞതല്ല, അതിന് മുന്നിലത്തെ MLA ആയിരുന്ന അവസാനത്തെ 5 വർഷം തികയുന്ന ആ ഒരു അവസാന ഘട്ടത്തിൽ PV അൻവറിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ആ നാട്ടിലുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഒരു ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കുകയും MLA ഓഫീസിന് മുമ്പിൽ സ്റ്റിക്കർ പതിക്കുകയും സ്പീക്കർക്ക് കത്ത് നൽകുകയൊക്കെ ചെയ്യുന്നു. ഈ ഒരു ഘട്ടത്തിൽ PV അൻവർ ആഫ്രിക്കയിലെ ഖനിയിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അവിടെയായിരുന്നു. അദ്ദേഹം അവിടെ നിന്നും ഇവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് ഒരു വീഡിയോ കോൺഫറൻസ് അല്ലെങ്കിൽ ഒരു വീഡിയോ മെസ്സേജ് നൽകുകയൊക്കെ ചെയ്തു. ഞാൻ ഇന്ന സ്ഥലത്താണുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് മണ്ഡലത്തിലെ കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായി നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ PV അൻവർ രാഷ്ട്രീയത്തിൽ അപ്രസക്തമായി എന്നതൊരു വസ്തുത. ഈ KT ജലീലിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ KT ജലീൽ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന സ്ഥിതിക്ക്, ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ 2 ടേമായിട്ട് MLA ആയി വന്ന സ്ഥിതിക്ക് മണ്ഡലത്തിലും അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലും രാഷ്ട്രീയപരമായിട്ട് നല്ല മേൽക്കോയ്മ നേടാൻ KT ജലീലിന് സാധിച്ചിട്ടുണ്ട്. ഇതൊരു പക്ഷേ കോൺഗ്രസിനും UDFനും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനും ഏറ്റ തിരിച്ചടിയാണ്. കാരണം മുസ്ലിം ലീഗിനെയും UDFനെയും വെല്ലുവിളിച്ച ഒരാൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിക്കുക, തുടർന്ന് മന്ത്രിയാവുക, വീണ്ടും മത്സരിക്കുക, MLA ആവുക, ഇനി അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാവുന്നില്ല എന്ന് പറയുക. രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ KT ജലീൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കണ്ടു എന്ന് വേണം പറയാൻ. പക്ഷേ മണ്ഡലത്തിൽ KT ജലീലിൻ്റെതായിട്ട് രേഖപ്പെടുത്തേണ്ട പല വികസന പ്രവർത്തനങ്ങളും ഇതോടൊപ്പം അസ്തമിച്ചു പോയി എന്ന രീതിയിലാണ് ആരോപണങ്ങൾ വരുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ചമ്രമട്ടം പാലം പോലെ എടപ്പാൾ ബസ് സ്റ്റാൻഡ് വികസനത്തിൻ്റേത്, അവിടുത്തെ പല പാലങ്ങളുടെ വികസനത്തിൻ്റേത്, റോഡ് തോടായി മാറി, അത് തോട് വലിയ കുളമായി മാറി തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ് ഉന്നയിക്കുന്നത്. പ്രധാനമായിട്ടും AN ഷംസീറിന് ഈ ഒരു ഘട്ടത്തിൽ കത്ത് കിട്ടിയ സ്ഥിതിക്ക് AN ഷംസീർ ഈ കത്ത് സ്വീകരിക്കുകയും അതോടൊപ്പം KT ജലീലുമായിട്ട് ഈ വിഷയം സംസാരിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ എപ്പോഴെങ്കിലും KT ജലീൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയോ നടത്താനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും മണ്ഡലത്തിൽ ഇപ്പോൾ വലിയ മഴ, മണ്ഡലത്തിലുള്ള കേരളത്തിൽ മൊത്തത്തിൽ ഇപ്പോൾ വലിയ മഴ ലഭിക്കുന്ന സ്ഥിതിക്ക് മണ്ഡലത്തിലെ റോഡ് വികസനത്തിൻ്റെ കാര്യം എപ്രകാരം ആകണം എന്നതിനെക്കുറിച്ച് KT ജലീൽ ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച നടത്തേണ്ടതുണ്ട്. അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടതുണ്ട്. വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിവെച്ചതുണ്ട് എങ്കിൽ അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിന് KT ജലീൽ മുൻകൈയിട്ട് ഇറങ്ങേണ്ടതുമുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഏകദേശം 8 മാസം 9 മാസവും കണ്ടേ ഉള്ളൂ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക്. സ്വാഭാവികമായിട്ടും ഒരു MLA തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ എത്രമാത്രം അത് മുന്നോട്ട് കൊണ്ടുപോയി, എത്രമാത്രം പൂർത്തിയായി, ഇനി എത്ര ബാക്കിയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകും എന്നുള്ളത് വസ്തുതയാണ്. KT ജലീലിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ 2 തവണ MLA ആയി, അദ്ദേഹം ഒരു തവണ മന്ത്രിയുമായി. അപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ ഏത് നിയമസഭാ മണ്ഡലത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്, ആ നിയമസഭാ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കണം വരുന്ന തെരഞ്ഞെടുപ്പിൽ KT ജലീൽ മത്സരിക്കുന്നില്ല എങ്കിൽ അടുത്ത കാൻഡിഡേറ്റ് ആരാണോ അവർ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരിക. KT ജലീൽ ഇന്ന വികസനങ്ങൾ നടത്തിയിട്ടുണ്ട്, ഞങ്ങളത് ഇത്ര പൂർത്തിയാക്കിയിട്ടുണ്ട്, ഇത്ര ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടണമെങ്കിൽ KT ജലീൽ നിലവിലെ സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തണം. ഈ കത്ത് സ്പീക്കർക്കാണ് നൽകിയതെങ്കിലും KT ജലീൽ ഈ കത്തിനുള്ള മറുപടിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ നടത്തണം. വികസന പ്രവർത്തനങ്ങൾ എത്ര നടത്തി എന്നതിനെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കേണ്ടതുണ്ട്.